ജിൻഡോ അങ്ങനെ ഒരു ടീം പ്ലെയർ ആയി എന്നുള്ളതാണ് സിജോയുടെ വാദം. അവിടെ സിജോയും അർജുനും ശ്രീതുവും ഒക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് അർജുനും ശ്രീതുവിനുള്ള കുപ്പിയിലുള്ള വെള്ളം രണ്ടുപേർക്കും കുപ്പിയിൽ ഇങ്ങനെ കൊണ്ടുകൊടുക്കുന്നുണ്ട്. അവിടെ കൊണ്ടുകൊടുക്കുന്ന സമയത്ത് സിജോ ആകെ അത്ഭുതപ്പെട്ടിട്ട് ജിൻഡോന്റെ അടുത്ത് പറയുന്നുണ്ട്, ജിൻഡോ ചേട്ടൻ ആളാകെ മാറിപ്പോയല്ലോ, ഇപ്പോഴാണ് ജിൻഡോ ഒരു ടീം പ്ലെയർ ആയത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ ചിരിക്കുന്നുണ്ട്. ജിൻഡോ ചിരിക്കുന്ന സമയത്ത് അർജുൻ പറയുന്നുണ്ട്, അതാണ് പറഞ്ഞത്, ചേരേണ്ടവർ ചേർന്ന് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന് പറയുന്നത് അതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോയും ചിരിക്കുന്നുണ്ട്. ഞങ്ങൾ കൂടി ചേർന്നോടുകൂടി ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോയും ചിരിക്കുന്നുണ്ട്. സത്യത്തിൽ ജിൻഡോയും അർജുനും ശ്രീതുവുമാണ് ഗ്രൂപ്പ് ആയത്. അവരവിടെ അടിച്ചു പിരിയണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവരെ ഗ്രൂപ്പ് ആക്കിയതും. അതുപോലെ തന്നെ അർജുനും ശ്രീതുവും തമ്മിലുള്ള കോംബോ കൂടുതൽ ഉണ്ടാക്കാനും ജിൻഡോയുമായിട്ട് അടി കൂടുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ഇവരെ മൂന്നുപേരെയും ഗ്രൂപ്പ് ആക്കിയത്. പക്ഷേ സത്യത്തിൽ ഇവർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒത്തൊരുമയുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവിടെ ജിൻഡോന്റെ ഒപ്പം എല്ലാ കാര്യങ്ങൾക്കും അർജുനും ശ്രീതുവും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് നിന്ന് അവിടെ കിച്ചൺ ഡ്യൂട്ടി ഇന്ന് ചെയ്തത് കൊണ്ട് അവർക്കാണ് ഇന്ന് ഫസ്റ്റ് ചലഞ്ചിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയതും 1ാം സ്ഥാനം കിട്ടിയതും. അപ്പോൾ ജിൻഡോയ്ക്ക് ഭയങ്കര മാറ്റം വന്നു എന്നാണ് സിജോ ഒക്കെ പറയുന്നത്. ജിൻഡോ ചിരിച്ചുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശ്രീതു അവിടെ പറയുന്നുണ്ട്, ജിൻഡോ ചേട്ടാ കഴിഞ്ഞ ആഴ്ച വരെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെ മാറിയതെന്ന് ശ്രീതുവും ചോദിക്കുന്നുണ്ട് ജിൻഡോന്റെ അടുത്ത്. അപ്പൊ ജിൻഡോ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, ചേരേണ്ടവർ ചേർന്നു എന്ന് ജിൻഡോയും അവിടെ സമ്മതിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് ലൈവിൽ കാണാനായിട്ട് സാധിച്ചത്.